ഹലോ ഫ്രണ്ട്സ്, ഓർഡിനൻസ് ഫാക്ടറിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്രന്റീഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് B.Tech കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ പറയാം. ദെൻ നിങ്ങൾക്ക് ബാച്ചിലർ ഓഫ് സയൻസ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അതായത് B.Sc കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് B.Com കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ദെൻ നിങ്ങൾക്ക് BCA കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ദെൻ ഇനി നിങ്ങൾ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിലും അപ്ലൈ ചെയ്യാനുള്ള വേക്കൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം നോട്ടിഫിക്കേഷൻ വെച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിന് മുൻപ് ഞാൻ എന്താണ് ഈ പറയുന്ന ഓർഡിനൻസ് ഫാക്ടറി എന്ന് ജസ്റ്റ് ഒരു ബ്രീഫ് തരാം. അതായത് ഈ ഓർഡിനൻസ് ഫാക്ടറി എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന് കീഴിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആണെങ്കിൽ ഒരു സ്ഥാപനമാണ്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഇവരുടെ ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും നമ്മുടെ ഡിഫൻസ് മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് ഷെല്ലുകളും റോക്കറ്റുകളും അതുപോലെ ബോംബുകളുടെയൊക്കെ മാനുഫാക്ചറിങ് ആണ്. അപ്പോൾ ഇത്തരമുള്ള വെടിക്കോപ്പുകളുടെയൊക്കെ നിർമ്മാണമാണ് ഇത് പ്രധാനമായിട്ടും നടത്തുന്നത്. അപ്പോൾ ഇതൊരു വലിയ സ്ഥാപനം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ പറയുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് അപ്രന്റീഷിപ്പായിട്ട് എന്താണ് ഒരു എൻട്രി ലഭിക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നിങ്ങൾ പഠിച്ചിറങ്ങി നമ്മുടെ ആ ഒരു എന്താണ് ഈ പറയുന്ന കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫ്രഷർ ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് ഇത്തരം സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് ഡയറക്റ്റ് എൻട്രി ലഭിക്കുന്ന ഒരു സ്കീം തന്നെയാണ് ഈ അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. കാരണം ഇത്തരം വലിയ സ്ഥാപനങ്ങളിൽ നിന്ന് നമുക്ക് ട്രെയിനിങ് ആണ് ലഭിക്കുന്നത്. അപ്രന്റീഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ട്രെയിനിങ് തരിക എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമുക്കതുപോലെ തിയറിറ്റിക്കലായുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായിട്ട് നമ്മൾ ഒന്നുപാടെ നമുക്ക് നമ്മുടെ സ്കില്ലൊക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അപ്രന്റീഷിപ്പിലൂടെ നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ അപ്രന്റീഷിപ്പ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് മിസ്സാക്കരുത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ അപ്രന്റീഷിപ്പിൻ്റെ പ്രധാനമായുള്ള ഒരു റോളിൽപ്പെട്ട ഒന്നാണ് നമ്മൾ അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് 3 വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ചെയ്യണം. 3 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗാർത്ഥിക്ക്, അതായത് നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അപ്രന്റീഷിപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ഇത്തരം ഗവൺമെൻറ് ഈ അപ്രന്റീഷിപ്പിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. മറ്റ് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ ഒരുപാട് എന്താണ് അപ്രന്റീഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ അതുപോലെയല്ല, ഇത് നമുക്ക് നാഷണൽ അപ്രന്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭിക്കും. അപ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പരിഗണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഈ പറയുന്ന പല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷനിലും അപ്രന്റീഷിപ്പ് എന്താണ് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ചില സമയത്ത് ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു സ്കോപ്പാണ്. അത് മാത്രമല്ല, ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത്തരം വലിയ വലിയ സ്ഥാപനങ്ങൾ നമുക്ക് എന്താണ് ഡയറക്റ്റ് ഒരു എക്സാമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നിങ്ങളുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഗ്രാജുവേഷനിലൊക്കെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്കിൻ്റെ പേഴ്സൻറ്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. യാതൊരുവിധ അപേക്ഷാ ഫീസ് ഒന്നും വേണ്ട. അപ്പോൾ നിങ്ങൾ സെലക്ട് ആയി കഴിഞ്ഞാൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ രീതിയിലായിരിക്കും ഇതിൻ്റെ സെലക്ഷൻ. വേറെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമുക്ക് ഇതാണ് ഈ അപ്രന്റീഷിപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നോക്കാം. അപ്പോൾ നോട്ടിഫിക്കേഷൻ്റെ PDF വളരെ ക്ലാരിറ്റി ഒക്കെ കുറവാണ് കേട്ടോ. അപ്പോൾ ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓർഡിനൻസ് ഫാക്ടറി നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് മഹാരാഷ്ട്രയിലാണ് സ്ഥിതി ചെയ്യുന്നത്, ചന്ദ്രപൂരിലാണ്. ഓക്കെ, അപ്പോൾ മിനിസ്റ്റർ ഓഫ് ഡിഫൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ 28 മാർച്ച് 22 ഇത് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് ഗ്രാജുവേറ്റ് എഞ്ചിനീയർ, അതുപോലെ ജനറൽ സ്ട്രീം, അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന B.Sc അല്ലെങ്കിൽ B.Com BCA കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെ 3 കാറ്റഗറി ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അതിൽ തന്നെ നമുക്ക് നോക്കാം അതിൻ്റെ ഏതൊക്കെ വേക്കൻസി കാര്യങ്ങളൊക്കെ നോക്കാം. ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് കാറ്റഗറി ആണെങ്കിൽ അതിൽ 6 വേക്കൻസിയാണ്. അത് നിങ്ങൾക്ക് B.Tech അല്ലെങ്കിൽ B.Sc എഞ്ചിനീയറിംഗ് കഴിഞ്ഞവരെങ്കിൽ അപ്ലൈ ചെയ്യാം. അത് ഏതൊക്കെ സ്ട്രീമാണ് അല്ലെങ്കിൽ ഏതൊക്കെ ഡിസിപ്ലിൻ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാം. മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ സിവിൽ. ഓക്കെ, മെക്കാനിക്കൽ 4, മറ്റേതിൽ ഓരോരോ വേക്കൻസിയാണ്. 9,000 പെർ മന്താണ്. അപ്പോൾ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വേക്കൻസി മാത്രമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ നമുക്കൊരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഫില്ല് ചെയ്ത് നമ്മൾ അയച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യേണ്ട, നമ്മൾ ഫീ അടയ്ക്കേണ്ട, നമ്മൾ എക്സാം എഴുതേണ്ട വേണ്ട. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ മെയിൽ വഴിയോ നിങ്ങൾ എന്ത് ചെയ്യും, മെസ്സേജ് വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അതിനനുസരിച്ച് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഒക്കെ പോയാൽ മതി. ദെൻ ഗ്രാജുവേറ്റ് അപ്രന്റീസ് ജനറൽ സ്ട്രീം ആണെങ്കിൽ 40 വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഈ B.Sc കഴിഞ്ഞവർക്ക് 20 വേക്കൻസി. B.Sc എനി ഡിസിപ്ലിനാണ് പറയുന്നത്, കാരണം ഒരു പ്രത്യേക ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു സ്ട്രീം അവിടെ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. B.Sc നിങ്ങൾ ബാച്ചിലർ ഓഫ് സയൻസ് നിങ്ങൾ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് 20 വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ബാച്ചിലർ ഓഫ് കോമേഴ്സ് B.Com കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം 10 വേക്കൻസി. ദെൻ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കഴിഞ്ഞവരാണെങ്കിൽ 10 വേക്കൻസി ഉണ്ട്. BCA കഴിഞ്ഞവരാണെങ്കിൽ 9,000 രൂപയാണ് പെർ മന്ത് അവർക്ക് ലഭിക്കുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത്. ടെക്നീഷ്യൻ ആണ് അടുത്തത്. ടെക്നീഷ്യനിൽ 30 വേക്കൻസിയാണ്. ദെൻ മെക്കാനിക്കലിൽ 26 വേക്കൻസി, ഇലക്ട്രിക്കലിൽ 2 വേക്കൻസി, ദെൻ സിവിലിൽ 2 വേക്കൻസി. അങ്ങനെ 8,000 രൂപ പെർ മന്താണ് ലഭിക്കുന്നത്. 3 ഇയർ ഡിപ്ലോമ നിങ്ങൾ പോളിടെക്നിക് കഴിഞ്ഞവർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി കാര്യം എന്ന് പറയുന്നത് നമ്മൾ പാസ്സായിരിക്കണം. നമ്മുടെ ഫൈനൽ ഇയർ നമ്മൾ പാസ്സാവാത്ത റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, നമ്മൾ പാസ്സായിരിക്കണം. ഓക്കെ,
പിന്നെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്കുള്ള സെലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഫൈനലിൻ്റെ ഒക്കെ മാർക്കിൻ്റെ ഒക്കെ പെർസെൻറ്റേജിനെ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക, അതായത് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞവർക്ക്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുൻപ് അതായത് നിലവിൽ ഇതിൻ്റെ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്ന പ്രത്യേക കാര്യമാണ് നമുക്ക് ജോബ് എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, കാരണം നമ്മൾ അതെവിടെയും ഡീറ്റെയിൽസ് കൊടുക്കാൻ മതി. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷം പിന്നിടാൻ പാടില്ല. ഓക്കെ, അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് 2021 കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ അപ്ലൈ ചെയ്യാം, 2022, 2023. ഓക്കെ, ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം 2021 നമുക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇവർ പറയുന്നത് വെച്ചാൽ നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 2 വർഷം പിന്നിടാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, 2 വർഷത്തിൽ കൂടുതൽ കേട്ടോ നമുക്ക് പിന്നിടാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് 2021 ട്രൈ ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഇതിലേക്ക് ഫീസോ കാര്യങ്ങളൊന്നുമില്ല, അപ്ലൈ ഫില്ല് ചെയ്ത് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം. നമ്മൾ എലിജിബിൾ ആണെങ്കിൽ നമ്മൾ അവരെ കോൺടാക്ട് ചെയ്യും. ഓക്കെ, 2022, 2023 ഈ 3 വർഷത്തിലുള്ളവർ അപ്ലൈ ചെയ്യാം. സാധാരണ അപ്രന്റീസ്ഷിപ്പിൻ്റെ റൂൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ 3 വർഷമാണ്. നമ്മുടെ കോഴ്സ് കഴിഞ്ഞ് 3 വർഷം നമുക്ക് കഴിയാൻ പാടില്ല കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അപ്ലൈ ചെയ്ത് വെക്കാം. ഇത് ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകമായിട്ട് അപ്പർ ഏജ് ലിമിറ്റ് ഒന്നുമില്ല. നിങ്ങളുടെ കോഴ്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ പറയുന്ന 2021, 22, 23 ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അല്ലാതെ നിങ്ങൾക്ക് ഏജ് ലിമിറ്റ് ഒന്നുമില്ല. മിനിമം ഏജ് നമുക്ക് 14 കഴിഞ്ഞിരിക്കണം എന്നാണ്. അപ്പോൾ ഈ പറയുന്ന നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന SC ST OBC ഒക്കെ റിസർവേഷൻ ഉണ്ട്, ഓരോ സ്ട്രീം വൈസ് ആയിട്ടുള്ള റിസർവേഷൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ അടുത്ത് ഉണ്ടായിരിക്കണം. OBC ആണെങ്കിൽ OBC, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ആണ് ഉണ്ടായിരിക്കേണ്ടത്. കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിശ്ചിതമായുള്ള ഫോർമാറ്റിൽ അപേക്ഷാ ഫോം നമ്മൾ ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏപ്രിൽ 30 ഉള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അവിടെ എത്തണം. അതിൻ്റെ അഡ്രസ്സൊക്കെ ഞാൻ പറയാം. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് അവിടെ എത്തേണ്ട ഡേറ്റ് ആണ് പറയുന്നത് 34 കേട്ടോ. നമ്മുടെ അപേക്ഷ അവിടെ എത്തിച്ചേരേണ്ട ഡേറ്റ് ആണ് 34. അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ഒക്കെ ആയിട്ട് അയക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ പറയുന്ന അപേക്ഷ ഫോമാറ്റ്. ഓക്കെ, കറക്റ്റായിട്ട് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രിന്റ് എടുക്കുക. ഇതൊരു പേജാണ്, ഒരു പേജ് അല്ല 2 പേജ് ഉണ്ട്. ഓക്കെ, 2 പേജ് വരുന്ന ഒരു അപേക്ഷ ഫോമാണ്. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, നീറ്റായിട്ട് ഒരു A4 ഷീറ്റിലേക്ക് പ്രിന്റ് എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഇത് എന്ത് ചെയ്യുക, ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആദ്യം തന്നെ നമ്മളൊരു റീസെൻ്റ് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഒട്ടിച്ചിട്ട് എന്ത് ചെയ്യണം, അതിന് മുകളിലുമായിട്ട് നമ്മൾ ഒന്ന് ടിൽറ്റ് ചെയ്തിട്ട് സൈൻ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മുതലാണ് ഫില്ല് ചെയ്ത് തുടങ്ങേണ്ടത്. നിങ്ങൾ ഏത് അപ്രന്റീസ്ഷിപ്പിനാണ് അപ്ലൈ ചെയ്യുന്നത്, അത് എഞ്ചിനീയറിംഗ് സ്ട്രീമാണോ, അത് ജനറൽ സ്ട്രീമാണോ, ഡിപ്ലോമയാണോ, ഇതിൽ ഏതാണെന്ന് വിചാരിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൽ മാത്രം ടിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിൽ തന്നെ ജനറൽ സ്ട്രീമാണ്, അപ്പോൾ ഞാൻ അതിൽ ടിക്ക് ചെയ്യാം. അങ്ങനെ ഒരു ടിക്ക് കൊടുത്താൽ മതി. നിങ്ങൾ മറ്റേലൊന്നും ടിക്ക് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഫുൾ നെയിം ചെയ്താൽ നിങ്ങളുടെ ഫാദർ ഇതൊക്കെ ബേസിക്കായുള്ള കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സൊക്കെ കറക്റ്റ് കൊടുക്കുക, മെയിൽ ID ഒക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുക്കുക. അതിലൂടെ ആയിരിക്കും അവർ മെസ്സേജ് ഒക്കെ വരുന്നത് നമുക്ക്. ഓക്കെ, പിന്നെ ബേസിക്കായുള്ള കാര്യങ്ങൾ മാരീഡ് ആണോ അൺമാരീഡ് ഒക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ പറയുന്നതിൽ നമുക്ക് ഏത് ഡിഗ്രിയാണ്. അപ്പം ഞാൻ മുകളിൽ ഇതാണ് കൊടുത്തത്, ഏത് ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് ജനറൽ സ്ട്രീമാണ് കൊടുത്തത്. അപ്പം ഞാൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനനുസരിച്ച് നിങ്ങൾ മുകളിൽ ഏതാ കൊടുക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷനാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഡിഗ്രി ജനറൽ സ്ട്രീം കൊടുക്കുന്നു. ഇതിൽ ജനറൽ സ്ട്രീമിൽ തന്നെ ഞാൻ ഏതാണെന്നുള്ളതും ടിക്ക് ചെയ്യണം. ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ A B C ഇതിൽ ഏതെങ്കിലും ഒന്ന് ടിക്ക്. അപ്പം ഞാൻ B.Sc ആണ് വിചാരിക്കുക. അപ്പം B.Sc ഇവിടെ ടിക്ക് ചെയ്തു. ഇനി ഞാൻ BC ആണെങ്കിൽ ഞാൻ BC ആണ് ടിക്ക് ചെയ്യേണ്ടത്. ഇനി അതല്ല ഡിപ്ലോമ ആണെങ്കിൽ നിങ്ങൾ ഡിപ്ലോമയുടെ മുകളിൽ ടിക്ക് ചെയ്യുക. ദെൻ ഈ ഡിപ്ലോമയിൽ ഏതാണ് കഴിഞ്ഞ വെച്ചാൽ ഇലക്ട്രിക്കലാണ്, അത് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇനി ഡിഗ്രി പറയുന്ന എഞ്ചിനീയറിംഗ് ആണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ ടിക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ നിങ്ങളുടെ എക്സാമിനേഷൻ ഡീറ്റെയിൽസ് ആണ്, നിങ്ങളുടെ ആ ഒരു ഡ്യൂറേഷൻ കാര്യങ്ങൾ, പഠിച്ച സ്ഥാപനം, പെർസെൻറ്റേജ്, ഇതൊക്കെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തത് എന്നാണ് വെച്ചാൽ വ്യക്തമായിട്ട് ഡേറ്റും മന്തും ഇയറും കൊടുക്കണം. അതായത് നമ്മുടെ ആ റിസൾട്ട് എന്നാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ. പിന്നെ നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയാണ് അല്ലെങ്കിൽ ഏത് കൗൺസിലിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്ന ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ പൂർത്തീകരിച്ചത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന നമ്മൾ പഠിച്ചത് ഏത് യൂണിവേഴ്സിറ്റി വെച്ചാൽ അതിൻ്റെ അത് കൊടുക്കും. നമ്മുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവുമല്ലോ. ഓക്കെ, ഏത് യൂണിവേഴ്സിറ്റിയാണ് നമുക്ക് ഈ പറയുന്ന ഡിഗ്രി തന്നു വെച്ചാൽ ആ യൂണിവേഴ്സിറ്റിയുടെ നെയിമാണ് അവിടെ കൊടുക്കേണ്ടത്. ഇനി എക്സ്പീരിയൻസ് എന്നുള്ളിടത്തൊന്നും നിങ്ങളൊന്നും ഫില്ല് ചെയ്യണ്ട കേട്ടോ. നിങ്ങൾ എന്നെയാണ് ഇട്ടാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ബ്ലാങ്ക് ആക്കി ഇട്ടാലും കുഴപ്പമില്ല. ഇവിടെ ഒന്നും നിങ്ങളൊന്നും ചെയ്യേണ്ട. ഈ 17 നിങ്ങളൊന്നും ചെയ്യേണ്ട. എക്സ്പീരിയൻസ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ യോഗ്യതയില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ ഒന്നും നമ്മളൊന്നും ചെയ്യേണ്ട. ഇതും നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 19 ഒക്കെ നമ്മൾ അങ്ങനെ വിട്ടാൽ മതി. ദെൻ 16 നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. ദെൻ 17 ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ഏതൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ വെക്കേണ്ടത് വെച്ചാൽ നിങ്ങളുടെ എല്ലാ ഇപ്പോൾ ഡിഗ്രിയോ അല്ലെങ്കിൽ ഡിപ്ലോമ ഏതാ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഈ പറയുന്ന അപേക്ഷാ ഫോമിൻ്റെ കൂടെ വെക്കണം. SSLCയുടെ ബുക്ക് എന്ത് ചെയ്യുക, ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് സെൽഫ് അറ്റസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ അത് നിങ്ങൾ ഒരു നമ്പർ ഇട്ട് അങ്ങനെ എഴുതാം. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് D എന്നിട്ടിട്ട് ഇങ്ങനെ താഴോട്ട് എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പോൾ SSLC ബുക്ക്, നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡിഗ്രി ആണെങ്കിൽ അത് കൊടുക്കുക. ദെൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വെക്കുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇത്രയും കാര്യങ്ങളാണ് മിനിമം വേണ്ടത്. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വെക്കുക. ഇത് നമ്മളെ പ്ലേസ് ഡേറ്റ് ചെയ്ത് സിഗ്നേച്ചർ കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ,
അപ്പം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ പറയുന്ന നമ്മുടെ സർട്ടിഫിക്കറ്റൊക്കെ എന്താണ് സെൽഫ് അറ്റസ്റ്റഡ് ആയുള്ള ഫോട്ടോ കോപ്പി നമ്മൾ വെക്കണം. ഓക്കെ, അപ്പോൾ ആവശ്യമായുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഈ രീതിയിലാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പോസ്റ്റലായിട്ട് നമ്മളത് പ്രിൻ്റ് എടുത്തിട്ട് ഓക്കെ നമ്മളൊരു എൻവലപ്പിലിട്ടിട്ട് അയച്ചു കൊടുക്കുക. അപ്പോൾ ആ എൻവലപ്പിലിട്ടിട്ട് നമ്മൾ അയച്ചു കൊടുക്കേണ്ട അഡ്രസ്സ് ഇതാണ് കേട്ടോ. ഈ അഡ്രസ്സിലേക്കാണ് നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, ഫ്രം നമ്മുടെ അഡ്രസ്സ് ചെയ്താൽ ടു ദ ജനറൽ മാനേജർ എന്ന് പറഞ്ഞിട്ട് ഓർഡിനൻസ് ഫാക്ടറി നിൽക്കണം, ചന്ദ്രപൂർ നിൽക്കണം, മഹാരാഷ്ട്ര. പിൻകോഡാണിത്. ഈ അഡ്രസ്സിലാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. സ്പീഡ് പോസ്റ്റ് 2-3 ദിവസത്തിനുള്ളിൽ നമുക്ക് എത്താവുന്നതാണ്. സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്